ജക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അങ്ങനെ വാങ്കഡയിലെ ചെന്നൈ മുംബൈ പോരാട്ടം കഴിഞ്ഞിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ 103 റൺസിന് തളച്ച് CSK പോയിന്റ് ടേബിളിൽ 5th പൊസിഷനിലേക്ക് കുതിച്ചു കയറി. ബാറ്റിങ്ങിലെ സഞ്ജു സാംസന്റെ ഒറ്റയാൻ പോരാട്ടവും ബോളിങ്ങിലെ ഹുസൈനും നൂറും ചെന്നൈയുടെ ആധിപത്യവും ചെന്നൈ സൂപ്പർ കിങ്സിന് 103 റൺസിൻ്റെ വിജയം സമ്മാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. വാങ്കഡയിലെ IPL ക്ലാസിക്കോ പോരാട്ടമായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടത്തിന് ടോസ് വീണപ്പോൾ ഈ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകർ വളരെയധികം നിരാശയിലായിരുന്നു. മുംബൈക്കെതിരെ കളിക്കുമെന്ന് ഏകദേശം ഉറപ്പിച്ചിരുന്ന നമ്മുടെ തല ധോണിയെ 11-ലോ അതുപോലെ തന്നെ ഇമ്പാക്റ്റ് സബ് ലിസ്റ്റിലോ കാണാൻ പറ്റിയില്ല എന്നതായിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഭയങ്കര തീപ്പൊരിയായിട്ട് ബാറ്റ് ചെയ്തിരുന്ന ആയുഷ് മാത്രയ്ക്ക് പരിക്കേറ്റത് മൂലം കളി നഷ്ടമായതിൽ ചെന്നൈ ആരാധകരുടെ പ്രതീക്ഷയെ വളരെയധികം തളർത്തിയിരുന്നു. എന്നാൽ എല്ലാവർക്കും പകരമായി അവൻ ഒറ്റയ്ക്ക് അവതരിച്ചു. ചരിത്രം എമ്പാടും കണ്ട ആ മൈതാനത്ത് അവൻ മറ്റൊരു ചരിത്രം കുറിച്ചു. ആഴ്ചകൾക്ക് മുമ്പ് ഇതേ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള 89 റൺസ് നേടി ഇന്ത്യയെ 2020 ഫൈനലിലേക്ക് നയിച്ച സഞ്ജു സാംസൺ ഇക്കുറി നേടിയത് പുറത്താകാതെ 101 റൺസാണ്. അതും ഒരു എന്താ പറയുക, ലാസ്റ്റ് ഓവർ ത്രില്ലർ എന്നൊക്കെ പറയാം. സഞ്ജു സെഞ്ചുറി അടിക്കുമോ അടിക്കില്ലേ എന്നുള്ള ഒരു ഘട്ടത്തിൽ സിംഗിൾ പോലും എടുക്കാതെ സ്ട്രൈക്കിൽ നിന്നുകൊണ്ട് അവസാന ഓവറിൽ 2 6ഉം 1 4ഉം അടിച്ചുകൊണ്ട് ഈ സീസണിലെ 2ാമത്തെ സെഞ്ചുറി പൂർത്തിയാക്കി. ഒറ്റയ്ക്ക് പടവെട്ടി വന്ന് കാത്തിരിപ്പിനും അവഗണനയ്ക്കും ശേഷം കിട്ടിയ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ നിറം മങ്ങി ലോകകപ്പിൻ്റെ തുടക്കത്തിൽ അവസരവും നഷ്ടമായ ശേഷം വന്ന രാജകീയ ഒരു കംബാക്ക്. ഗൂസ് ബംസ്. അപ്പോൾ ലോകകപ്പ് പ്ലെയർ ഓഫ് സീരീസും തൂക്കിയിട്ടുണ്ടായിരുന്ന ചേട്ടനെ ഇതൊന്നും അവിടെയും നിർത്താൻ ഉദ്ദേശമില്ല എന്നത് തന്നെ. ഈ IPL സീസണിലെ ആദ്യ സെഞ്ചുറി ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നേടിയ സഞ്ജു ഇന്ന് ശതകം പൂർത്തിയാക്കിയത് ജസ്പ്രീത് ബുംറ അടക്കമുള്ള വമ്പൻ ബോളിംഗ് നിരയെ പറത്തിവിട്ടുകൊണ്ടാണ്. ബുംറയുടെ ഒരു തീ ഓർക്കർ സ്കൂപ്പ് ചെയ്ത് നേടിയ ബൗണ്ടറി എല്ലാം അയാൾക്ക് ഇനി ഒന്നും തെളിയിക്കാനില്ല എന്നാണ് വിളിച്ചു പറയുന്നത്. ഇന്നിങ്സ് പൂർത്തിയാക്കിയ ശേഷം ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, ബുംറ തുടങ്ങി സീനിയർ താരങ്ങൾ ഓടിക്കൂടി വന്ന് അഭിനന്ദിച്ചത് ആ ഒരു ഓറ കൂടിയാണ് കാണിക്കുന്നത്. സഞ്ജുവിനെ എടുത്തു കളഞ്ഞപ്പോൾ രാജസ്ഥാൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ സഞ്ജുവിന് പകരം ജഡേജയെ കൊടുത്ത CSK മണ്ടന്മാരെ പാണ്ഡ്യകൾ തന്നെ തെറി വിളിച്ചോളൂ. എന്തൊക്കെയായിരുന്നു. ഇപ്പോഴോ ഒരു ബാറ്റർക്ക് പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത വാങ്കഡയിലെ പിച്ചിലെ സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിലും കുറ്റം കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. സഞ്ജു റൺസ് എടുത്ത ഒരു മാച്ചും CSK തോറ്റിട്ടില്ല എന്ന് തന്നെ പറയാം. അതിലൊക്കെ ടോപ്പ് സ്കോർ സഞ്ജു തന്നെയാണ്. ഒരു വശത്ത് വിക്കറ്റുകൾ പോകുമ്പോൾ പോലും ഉത്തരവാദിത്തോടെ കളിക്കണം എന്ന് പഠിക്കാൻ പറ്റിയ ഒരു ഇന്നിങ്സാണ് സഞ്ജു ഇന്ന് പടുത്തുയർത്തിയത്. മുംബൈക്ക് ഇല്ലാതെ പോയതും അത് തന്നെയാണ്. ഒരു പോരാളിയുടെ ഇന്നിങ്സ്, ഒരു രാജാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അതാണ് സഞ്ജു സാംസൺ. മുംബൈ ഇന്ത്യൻസിൻ്റെ തുടക്കം കണ്ടപ്പോൾ ചെന്നൈ ആരാധകരുടെ ഹൃദയം ഒരു നിമിഷം നിശബ്ദമായിരുന്നു. വിക്കറ്റുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണപ്പോൾ സ്കോർ ബോർഡിനേക്കാൾ വലിയ സമ്മർദ്ദം മൈതാനത്ത് നിറഞ്ഞു നിന്നു. ഗെയ്ക്വാദ് മടങ്ങി, സർഫ്രാസ് മടങ്ങി, ദുബൈയും കാര്യമായ സംഭാവനയൊന്നും നൽകാതെ പോയപ്പോൾ ഒരു തകർച്ച അനിവാര്യമായി തോന്നിയിരുന്നു. പക്ഷേ അപ്പോഴാണ് ക്രീസിന്റെ മറുവശത്ത് ഒരു മനുഷ്യൻ നിശബ്ദനായി തൻ്റെ കഥ എഴുതാൻ തുടങ്ങിയത്. പവർ പ്ലേയിൽ തന്നെ അവൻ കാണിച്ചതൊരു ആക്രമണമല്ല, അത് ക്ലാസ് ആയിരുന്നു. കരുത്തിനേക്കാൾ ടൈമിങ്ങിന് പ്രാധാന്യം നൽകിയ ആ ഷോട്ടുകൾ, കൃത്യമായി കണ്ടെത്തിയ ആ കൃത്യത, ഓരോ ബൗണ്ടറിയും ഓരോ ആർട്ട് പീസ് പോലെ തോന്നി. ബുംറയെ നേരിട്ട ആദ്യ നിമിഷം തന്നെ ആ ഒരു ആത്മവിശ്വാസം നമുക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഒരു ക്ലാസിക് ബൗണ്ടറി, പിന്നാലെ ഒരു പുൾ ഷോട്ടിലൂടെ പാറിയ സിക്സർ. അതൊരു സന്ദേശമായിരുന്നു. ഞാനിവിടെ നിൽക്കാനാണ് വന്നതെന്ന ഒരു സന്ദേശം. പവർ പ്ലേക്കും ശേഷം ആ ബാറ്റിൻ്റെ ചൂട് കുറഞ്ഞിട്ടില്ല. മുംബൈയുടെ ഓരോ ബോളർക്കും മറുപടി ഉണ്ടായിരുന്നു സഞ്ജുവിന്. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയുടെ ഓവർ. അതൊരു യുദ്ധമല്ല,
ഒരു സംഹാരമായിരുന്നു. ബൗളർമാർക്ക് ഓരോ മാർഗവും ഇല്ലാതാക്കി ഓരോ ഷോട്ടും അതിർത്തി കടത്തി അയാൾ തൻ്റെ ഇന്നിങ്സ് പടുത്തുയർത്തിക്കൊണ്ടിരുന്നു. അവസാന ഓവറുകളിൽ രാജാവായ ബുംറ വീണ്ടും ആക്രമിക്കാൻ വന്നു. ആ ആക്രമണത്തിൽ പോലും സഞ്ജു പിന്മാറിയില്ല. ആ കൃത്യതയാർന്ന പന്തുകളെ പോലും സ്കൂപ്പ് ചെയ്ത് ബൗണ്ടറിയിൽ എത്തിച്ച ആ നൈപുണ്യം അത് വേറൊരു ലെവലാണ്, ഒരു ഫയറാണ്. ഒടുവിൽ 20ാം ഓവറിൽ ക്രിഷ് ഭഗതിനെ നേരിട്ടപ്പോൾ കാണികൾ കണ്ടത് ഒരു ഫിനിഷറുടെ ഫയർ വർക്കാണ്. ആദ്യ പന്ത് സിക്സർ, കുറച്ച് നിമിഷങ്ങൾക്കകം മറ്റൊരു വമ്പൻ ഷോട്ട്, അവസാന പന്തും ഗാലറിയിലേക്ക്. അതൊരു ഇന്നിങ്സിൻ്റെ അവസാനം മാത്രമല്ല, അതൊരു രാജകീയ പ്രഖ്യാപനം തന്നെയായിരുന്നു. ഈ സീസണിലെ സഞ്ജുവിൻ്റെ 2ാം സെഞ്ചുറി, അതും ടീം തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് പൊരുതി നേടിയ ഒരു മായാജാലം. ഒരറ്റത്ത് വിക്കറ്റുകൾ വീണിട്ടും മറുവശത്ത് ഉറച്ചു നിന്ന ആ മനസ്സ്, അതാണ് ഇന്നത്തെ ഇന്നിങ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള മഹത്വം. ഇന്ന് ക്രിക്കറ്റ് ലോകം കണ്ടത് ഒരു സെഞ്ചുറി അല്ല, ഒരു ലീഡറുടെ സ്വഭാവമാണ്. സഞ്ജു സാംസൺ ഒറ്റയാൾ പോരാട്ടം, പക്ഷേ ഒരു ടീം മുഴുവൻ ഉയർത്തിയിട്ടുള്ള ഒരു ഇന്നിങ്സ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും സഞ്ജു മാത്രമാണ് അതിൽ കളിച്ചത്. അല്ല, ഇന്നത്തെ കളി സഞ്ജുവിൻ്റേത് മാത്രമല്ല, CSK ബൗളേഴ്സിൻ്റേതും കൂടിയാണ്. ബൗളിങ്ങിൽ പവർ പ്ലേ തൊട്ട് മുംബൈനെ വരിഞ്ഞു മുറുക്കിയ അഖിൽ ഹുസൈൻ, മുകേഷ് ചൗധരി, അൻഷുൽ കാംബോജ്, നൂർ അഹമ്മദ് എന്നിവരെയൊക്കെ എടുത്തു പറയേണ്ടതുണ്ട്. CSK ഇന്ന് കാണിച്ചിട്ടുള്ള ആ ഒരു ഊർജം ഫീൽഡിങ്ങിലായാലും ബോളിങ്ങിലായാലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. തീ പോലെയാണ് നിന്നിരുന്നത്. മുകേഷ് ചൗധരിയുടെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് വേണ്ടി എന്ന പോലെ ഫസ്റ്റ് 4 ബോൾ ഡോട്ടും 5ാമത്തെ ക്ലീൻ ബൗളിലും ചെയ്തിട്ടായിരുന്നു മുകേഷ് ചൗധരിയുടെ സ്റ്റാർട്ടിങ്. ഡീകോക്കിൻ്റെ കയ്യിൽ നിന്നും ആദ്യം തന്നെ 6 കൈപ്പറ്റിയ 6 ഏറ്റുവാങ്ങിയ നമ്മുടെ അഖിൽ ഹുസൈൻ. പക്ഷേ പിന്നീട് അങ്ങോട്ട് അടുത്ത 10 ബോളിൽ വിക്കറ്റ് മേടിനടക്കം വഴങ്ങിയത് വെറും 1 റൺസാണ്. ഈ ഹുസൈനെ പോലെ ഒരു മുതൽ ലോക ക്രിക്കറ്റിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ബനാന സ്വിങ് ചെയ്യും, കിടിലം ആംബോൾ, എല്ലാറ്റിലും ഉപരി കിടിലൻ ടേണും എറിയും. ഹുസൈൻ്റെ 4 ഓവർ വെറും 17 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ പിഴുതെടുത്തു. ഹുസൈൻ തന്നെയാണ് മുംബൈയുടെ കടപുഴക്കി എറിഞ്ഞത്. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും മുംബൈയെ വിജയിപ്പിക്കാൻ പോകുന്ന തരത്തിലേക്ക് അവരുടെ പാർട്ട്ണർഷിപ്പ് വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഹുസൈൻ തിലകനെ ക്ലീൻ ബൗൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ജഡേജയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ പുള്ളിയുടെ പെർഫോമൻസ്. CSK ഇയാളെ നിലനിർത്തി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ നിന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെന്നൈ ടീം ഏകദേശം സെറ്റായിട്ടുണ്ട്. ബാറ്റിംഗ്, ബോളിംഗ്, ഫീൽഡിംഗ് എല്ലാ മേഖലയിലും ഇന്ന് കരുത്ത് തെളിയിക്കാൻ ചെന്നൈക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാർത്തിക് ശർമ്മയെ എന്തിനാണ് ഇറക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹമാണ് ഇന്ന് കളിയിൽ കുറച്ച് ഡൗൺ ആയിരുന്നത്. ഇന്നത്തെ കളി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഗെയ്ക്വാദ് ക്യാപ്റ്റൻസിയിൽ നല്ല പോലെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ടീം ഇനിയുള്ള മത്സരങ്ങൾ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിൽ എത്താൻ പറ്റും. അതിന് ഗെയ്ക്വാദ് കൂടി ഫോം ആവേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ടീമിൻ്റെ ബാറ്റിംഗ് ഒരു രക്ഷ ഉണ്ടാവില്ല. എല്ലാ മാച്ചിലും 200+ അടിക്കാനും പറ്റും. റൺ ചേസ് ചെയ്യുമ്പോൾ ടീമിന് ഒരു പോസിറ്റീവ് വൈബ് കിട്ടുകയും ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഖിൽ ഹുസൈൻ, നൂർ അഹമ്മദ് കോംബോ സെറ്റാണ്. ഇവരെ ഒരുമിച്ച് ഇറക്കിയാൽ ടീമിനത് നല്ല രീതിയിൽ ഗുണം ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സ്കോർ ബോർഡ് നോക്കാം. ടോസ് കിട്ടിയ മുംബൈ ഇന്ത്യൻസ് ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. സഞ്ജു സാംസന്റെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ, അതായത് 101 റൺസ് നോട്ട് ഔട്ട് 54 ബോളിൽ. അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദ് 22 റൺസ് 14 ബോളിൽ. ബ്രേവിസ് 11 ബോളിൽ 21 റൺസ്. അങ്ങനെ സൂപ്പർ കിങ്സ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസാണ് എടുത്തത് 20 ഓവറിൽ. ഗസൻഫാർ 25 റൺസ് വഴങ്ങി 2 വിക്കറ്റും. അശ്വനി കുമാർ 37 റൺസ് വഴങ്ങി 2 വിക്കറ്റും. ജസ്പ്രീത് ബുംറ 31 റൺസ് വഴങ്ങി 1 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് തിലക് വർമ്മ 37 റൺസ് 29 ബോളിൽ. സൂര്യകുമാർ യാദവ് ഈ 30 ബോളിൽ 36 റൺസും.
ഡീകോക്ക് 7 റൺസ് 10 ബോളിൽ. അങ്ങനെ 19 ഓവറിൽ 104 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ചെന്നൈക്ക് വേണ്ടി അഖിൽ ഹുസൈൻ 4 ഓവറിൽ 17 റൺസ് വഴങ്ങി 4 വിക്കറ്റും, നൂർ അഹമ്മദ് 4 ഓവറിൽ 24 റൺസ് വഴങ്ങി 2 വിക്കറ്റും, ഗുർജാപ്നീത് സിംഗ് 2 ഓവറിൽ 7 റൺസിന് 1 വിക്കറ്റും നേടി. അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സ് 103 റൺസിൻ്റെ വിജയം ലക്ഷ്യമാക്കുകയും പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.